ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? ഇന്ന് എൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ക്ലീനിങ്ങിൻ്റെ. ഇനി സ്റ്റോർ റൂമും കിച്ചണും കൂടെ ഉണ്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ മാറാലൊക്കെ ഒന്ന് തട്ടാന്ന് വിചാരിച്ചു. കിച്ചൺ അധികം ഉയരമില്ലാത്തത് കൊണ്ട് തന്നെ ചൂലുപയോഗിച്ചിട്ടാണ് തട്ടുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു, നനച്ചുളി ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന്. ഇനി നമുക്ക് വരാൻ പോകുന്ന മാസം റമളാൻ മാസമാണല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് റമളാൻ മാസം. ഒരുപാട് പുണ്യമുള്ള മാസം. റമളാൻ മാസം വരുമ്പോഴേക്കും എല്ലാവരും വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ട് വെക്കും. എല്ലാവരും വീടും പരിസരമൊക്കെ എന്നും വൃത്തിയാക്കുന്നതായിരിക്കും. എന്നാലും റമളാൻ മാസം വരികയാണെന്ന് പറയുമ്പം എല്ലാവരും അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരുക്കമായിരിക്കും. എല്ലാവർക്കും റമളാന് നോമ്പ് നോക്കാനുള്ള ഭാഗ്യവും ആരോഗ്യവും കിട്ടട്ടെ. നമ്മുടെ വീടും പരിസരം മാത്രം വൃത്തിയായ പോരട്ടോ, നമ്മുടെ മനസ്സും കൂടെ നന്നാവണം. എല്ലാവരുടെ മനസ്സും നല്ലതായിരിക്കട്ടെ. മനസ്സിനാണ് ഏറ്റവും കൂടുതൽ വൃത്തി വേണ്ടത്. അങ്ങനെ മാറാലത്തട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ റാക്കാണ് ശരിയാക്കുന്നത്. നമ്മുടെ സ്റ്റോർ റൂമിലൊരു ചെറിയ റാക്ക് ഉണ്ട് കേട്ടോ, അതാണ് ആദ്യം തന്നെ ക്ലീൻ ആക്കാൻ പോകുന്നത്. നമ്മൾ നനച്ചുള്ളി പണി എടുക്കുമ്പം എല്ലാം കൂടെ ഒരു ദിവസം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. ഓരോ ദിവസം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ എടുക്കുക. മനസ്സിലൊരു പ്ലാനിങ്, ഒരു ദിവസം ഇത്ര എടുക്കും എന്നുള്ളത്. ഞാൻ അങ്ങനെയാണ് എടുക്കാറ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഭാരം തോന്നൂല. ആദ്യത്തെ ദിവസം ഞാൻ നമ്മുടെ ഹാളും 4 റൂമും സിറ്റ് ഔട്ടൊക്കെയാണ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി കിച്ചണും സ്റ്റോർ റൂമും മാത്രമേ ക്ലീൻ ആക്കുന്നുള്ളൂ. സ്റ്റോർ റൂമിലുള്ള കുറച്ച് പാത്രങ്ങളും കഴുകി വെക്കാനുണ്ട്. പിന്നെ അവിടെയുള്ള ജനലും വാതിൽക്കട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഇന്ന് ലിയക്കുട്ടിനെ എവിടെയും കൊണ്ടാക്കിയിട്ടില്ല കേട്ടോ, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇന്ന് ലിച്ചൂസിന് ഉച്ച കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയാൽ മതി. അവളുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്, അവളും പ്രോഗ്രാമിനുണ്ട് കേട്ടോ. അവൾ പോകുന്നവരെ എന്തായാലും ലിയക്കുട്ടിനെ നോക്കാൻ ആളായിട്ടുണ്ട്. ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇനി അവളുടെ സ്കൂളിലേക്കും പോകണം. പണിയെടുക്കുന്നതിന് മുന്നേ വിചാരിക്കും ഇത് പെട്ടെന്ന് കഴിയും, എന്നാൽ എടുത്തു തുടങ്ങിയാൽ കഴിയൂല കേട്ടോ. നമ്മൾ ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പിന്നെ അതൊന്ന് കഴുകി അതാ സ്ഥാനത്തൊക്കെ വെക്കുമ്പോഴേക്കും ഒരുപാട് നേരം പോകും. അധികം ബുദ്ധിമുട്ടുള്ള പണികളൊന്നുമല്ല കേട്ടോ, എന്നാലും നമുക്ക് ടൈം ഒരുപാട് എടുക്കുന്നുണ്ട്. റാക്കുമ്മ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ താഴേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റാക്കുമ്മയുള്ള ഈ മണ്ണും പൊടിയൊന്നും താഴോട്ട് ഇടുന്നില്ല, ഒരു മുറത്തിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ താഴോട്ട് എല്ലാം പോകില്ലല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ കുപ്പികളൊക്കെ വെക്കുന്ന ഈ സ്റ്റാൻഡ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ അവിടെയുള്ള കുപ്പികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. വേണ്ടാത്ത കുറച്ച് കുപ്പികൾ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ മാറ്റി വെക്കണം. വേണ്ട കുപ്പികൾ ക്ലീൻ ആക്കിയിട്ട് അവിടെ തന്നെ വെക്കണം. കുപ്പികളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അപ്പം തന്നെ ഞാൻ ആ സ്റ്റാൻഡ് ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. അത് ഉണങ്ങിയതിന് ശേഷം ക്ലീൻ ആക്കിയിട്ടുള്ള കുപ്പികൾ അവിടെ തന്നെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം കുറച്ച് പാത്രങ്ങളും കുപ്പികളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി ഞാൻ ടേബിൾ മേലാണ് വെച്ചിട്ടുള്ളത്. മുറ്റത്ത് കൊണ്ടുപോയി വെക്കാത്തത് ലിയമോൾ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. അവൾ അതൊക്കെ എടുത്തിട്ട് കളിക്കും. അതിലേറെ നല്ലതല്ലേ ഇവിടെ വെക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ കിച്ചണിലുള്ള കുറച്ച് പണികളൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊക്കെ വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും. റാക്കുമ്മ
റൂമിലൊരു ചെറിയ ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി വെച്ചിട്ടുള്ളതായിരുന്നു. അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം അതെടുത്തിട്ട് അവിടെ ആദ്യം വിരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള പാത്രങ്ങൾ അവിടെ തന്നെ വെച്ചാൽ ഇനി നമുക്ക് താഴെ ഭാഗം ശരിയാക്കാമല്ലോ. അങ്ങനെ അവിടെ അടുക്കി വെക്കാനുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കുപ്പികളൊക്കെ വെക്കുന്ന സ്റ്റാൻഡാണ് ക്ലീൻ ആക്കുന്നത്. അത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ന്യൂസ് പേപ്പർ ഒന്ന് വിരിച്ചിട്ട് കുപ്പികളൊക്കെ അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ആവശ്യമില്ലാത്ത കുപ്പികളൊക്കെ കഴുകിയിട്ട് ഉണക്കിയതിന് ശേഷം ഒരു ചാക്കിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് കുപ്പികൾ പോയി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യത്തിനുള്ള കുപ്പികൾ മാത്രം സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ഇത്രയും പണിയെടുത്തപ്പോഴേക്കും തന്നെ നമ്മുടെ സ്റ്റോർ റൂം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പണി നമ്മുടെ ചിമ്മിനി ഒന്ന് ശരിയാക്കണം. നിറച്ച് കരിയും പൊടിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു കുറ്റിച്ചൂലെടുത്തിട്ട് അതൊക്കെ ഒന്ന് ആദ്യം ശരിയാക്കുന്നുണ്ട്. ഈ ന്യൂസ് പേപ്പർ ഇപ്പം അടുത്തായിട്ട് ഒട്ടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് അതൊന്നും പറിച്ച് പുതിയത് ഒട്ടിക്കുന്നൊന്നുമില്ല. അതന്നെ മതി. അതിനി അധികം കരിയും പൊടിയൊക്കെ ആവുമ്പോൾ മാറ്റാമെന്ന് വിചാരിച്ചു. അധികം ഇവിടെ വിറകടുപ്പാണ് കേട്ടോ യൂസ് ചെയ്യൽ. അതുകൊണ്ട് തന്നെ നല്ല കരിയും പൊടിയുണ്ട് ചിമ്മിനിൻ്റെ ഉള്ളിൽ. ഗ്യാസ് ചായക്കും അതുപോലെ കുക്കറിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാണ്ടെങ്കിൽ മാത്രമേ വെക്കാറുള്ളൂ. നല്ല കത്തുന്ന വിറകൊക്കെ ഉണ്ടെങ്കിൽ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ സുഖം. നമ്മുടെ ലിയമോളെ മടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. അങ്ങനെ ചിമ്മിനിൻ്റെ ഉള്ളൊക്കെ ശരിയാക്കിയതിന് ശേഷം നമ്മുടെ കിച്ചണിലുള്ള ജനലിൻ്റെ കമ്പികളൊക്കെയാണ് ആദ്യം തുടക്കുന്നത്. കിച്ചണിലൊരു ജനലുണ്ട്, അതുപോലെ നമ്മുടെ സ്റ്റോർ റൂമിലും ഒരു ജനലുണ്ട് കേട്ടോ. അതും ക്ലീൻ ആക്കണം. അങ്ങനെ 2 ജനലും അതിൻ്റെ ജനൽപ്പൊളികളും കിച്ചണിൻ്റെ വാതിലൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ചിമ്മിനിൻ്റെ അടിഭാഗം ഞാൻ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിറകൊക്കെ വെക്കുന്ന ഭാഗമല്ലേ, അതൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്റ്റോർ റൂമും കിച്ചണും നല്ലതുപോലെ അടിച്ചു വാരിയതിന് ശേഷം തുടച്ചിട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പം ലിയക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ ഉണരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കണം എന്ന് വിചാരിച്ചിട്ട് ആ ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. ക്ലീൻ ആക്കിയതിന് ശേഷം എല്ലാം കണ്ടപ്പം മനസ്സിനൊരു സന്തോഷം, സമാധാനം. അങ്ങനെ മെയിനായിട്ടുള്ള ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പുതപ്പ് കാര്യങ്ങളൊക്കെ അലക്കാനും ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്